കടയിലുണ്ടാക്കുന്ന ചിക്കൻ പരട്ട് മാത്രം കണ്ടാൽ മതിയോ, വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ പരട്ടും കാണണ്ടേ. അപ്പോൾ ഇതൊരു ദിവസം രാത്രി നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ ഒരു ചിക്കൻ പരട്ട് വിരുന്നുകാർ വന്നപ്പോൾ. അപ്പോൾ ദേ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ പരട്ടിന് കേട്ടോ. ഈ ഒരു ചിക്കൻ പരട്ടിന് ടേസ്റ്റ് കൂട്ടാനായിട്ടേ ഞാൻ എന്താ ചേർത്തേക്കണമെന്ന് അറിയണ്ടേ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. 2 കിലോ ചിക്കൻ ദേ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചിക്കന് നല്ല സോഫ്റ്റ് കിട്ടാനായിട്ട് നമ്മളിതിലേക്ക് പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുത്തേക്കണത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണത്. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തേക്കണത്. 1.25 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1/2 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടേ വീട്ടിലായതുകൊണ്ടിട്ട് സമയം ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ നന്നായിട്ട് കുഴക്കണം കേട്ടോ. ഒരു 5 മിനിറ്റോളം നമ്മൾ ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുഴച്ചെടുത്തിട്ടാണ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. അതിന് ശേഷം നമ്മളത് ഉരുളി വെച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണുണ്ട്. നമ്മളിപ്പോഴേ പൊരിച്ച കോഴിൻ്റെ ചിക്കൻ പരട്ടാണ്ട് ഉണ്ടാക്കാൻ വേണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഇതങ്ങോട്ട് പൊരിച്ചപ്പോഴേ എന്ത് നല്ല മണമാണെന്നറിയാമോ വന്നത്. എനിക്കില്ലേ ഫ്രൈ ആക്കിയിട്ട് കഴിക്കാൻ തോന്നി കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാം, ഗ്രേവി ഇല്ലാതെ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എന്തെന്നറിയാമോ, പെരട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ ദേ ആദ്യത്തെ ചിക്കനൊക്കെ ഫ്രൈ ആയതൊക്കെ എടുത്ത് മാറ്റേണ്ട കേട്ടോ. പിന്നെ ബാക്കി വന്ന ചിക്കനും കൂടി ഫ്രൈ ആക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ പരട്ട് ഉണ്ടാക്കാനായിട്ടേ 4 സവാളയാണ് അരിഞ്ഞേക്കണം. അപ്പോൾ ആ ഫ്രൈ ആക്കിയ എണ്ണയില്ലേ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ചെയ്യണ പോലെ സവാള പെട്ടെന്ന് വേണ്ടി ഇടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടേ ലേശം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ പഞ്ചസാര ഇടുമ്പോൾ കൂടി പോകാൻ നിൽക്കരുത്. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ലേശം മാത്രം ഇടാൻ നോക്കുക. അങ്ങനെയാണ് ഈ ഒരു ചിക്കൻ പരട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തേക്കണം. സവാള അവിടെ കിടന്ന് വഴണ്ടട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കാം. മിക്സഡ് ജാറിലേക്ക് ഒരു 5 പച്ചമുളകും കുറച്ച് പുതിനയും പോട്ടെ മല്ലിയില, പിന്നെ കുറച്ച് ക്യാഷ്നട്ടും അതേപോലെ തന്നെ പുളിയില്ലാത്ത തൈരില്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ആ ഒരു മസാലയൊക്കെ തയ്യാറാക്കുന്നപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. സവാള വഴറ്റുമ്പോഴേ നന്നായിട്ട് ബ്രൗൺ നിറാണോ അവർ വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാലേ ഈ പെരട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കില്ലേ നമ്മൾ അരച്ചെടുത്ത മറ്റേ എന്താണ് കാഷ്യൂനട്ട് പേസ്റ്റ് അതൊക്കെ കൂടിയല്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. വഴറ്റി കൊടുക്കുമ്പോഴേ അടി ചേർത്ത് വഴറ്റി കൊടുക്കണം കേട്ടോ. ഈ കാഷ്യൂനട്ടൊക്കെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് അടി കയറി പിടിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണതാണ്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, അതേപോലെ തന്നെ മറ്റേ ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ, പിന്നെ എന്താണ് മഞ്ഞൾപ്പൊടി, പിന്നെ വീട്ടിൽ പൊടിച്ച ഗരം മസാല ഇല്ലേ അത് 1.5 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. മസാലപ്പൊടികളിലാണ് നമ്മൾ ഈ ഒരു പെരട്ട് തയ്യാറാക്കാൻ പോണത്. പിന്നെ ഇത് നന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ട കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണെങ്കിൽ കലകലകലകലാന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഡബ് ചെയ്യുമ്പോഴേ ഭയങ്കര ഒച്ചയൊക്കെ കേൾക്കണം തോന്നുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 നല്ല പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ അധികം നേരം നമുക്ക് ഇനി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ആ വറുത്ത് വെച്ചേക്കണ ചിക്കനില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ പിന്നെ വേറൊരു മസാലയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു പെരട്ടുണ്ടെങ്കിൽ ബിരിയാണി മസാലയും ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ മിക്സർ ജാറൊക്കെ കഴുകി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ വീഡിയോസ് ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടി ഇളക്കി കൂട്ടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തത് മൂടി വെച്ച് കൊടുത്ത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുത്തത്. ഇടയ്ക്കിടയ്ക്ക് മൂടിയൊക്കെ തുറന്ന് ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ മൂടി തുറന്ന് നോക്കിയപ്പോഴേ ചിക്കനൊക്കെ നല്ല മസാലയിലൊക്കെ അങ്ങോട്ട് പെരണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും ചാറില്ലാതെ ഇതുപോലെ കിട്ടണം പെരട്ടിന് വേണ്ടിയിട്ട്. ഈ ഒരു ചിക്കൻ പെരട്ടില്ലേ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലൊക്കെ കഴിക്കട്ടെ. നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ പെരട്ടാണിത്. അപ്പം നമ്മുടെ ഈ ഒരു ചിക്കൻ പെരട്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു തവണ ഉണ്ടാക്കി നോക്കിയോ. ഒരു തവണ ഉണ്ടാക്കിയാൽ നിങ്ങൾ എപ്പോഴെപ്പോഴും ഇതേപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ. അത്രയും ടേസ്റ്റുള്ള ഒരു ചിക്കൻ പെരട്ടാണ്. കണ്ട നല്ല ഇതായിട്ട് മസാലയിലേക്ക് പൊതിഞ്ഞ എന്താ ടേസ്റ്റ് എന്നറിയാമോ ഇതിന്. അപ്പോഴേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതെ കേട്ടോ കൂട്ടുകാരെ.
നാളെ നല്ല വീഡിയോ ഇട്ട് നല്ല റെസിപ്പി ആയിട്ട് ഞാൻ ഓടിയെത്താം. അപ്പം നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക് യു.